നെയ്ച്ചോറിനുള്ള അരി കേട്ടത്. അതിക്കുള്ള സാധനങ്ങൾ മല്ലിച്ചപ്പും പൊതിനൊക്കെ ഉണ്ട്. പിന്നെ ഇത് ആട്ടിറച്ചിയാണ്, കണ്ടില്ല നിങ്ങൾ? അത് ആട്ടിറച്ചി. ഇതാണ് നാട്ടിൽ പോണേ, എൻ്റെ പണിക്കാരൻ ചെറുക്കൻ नाटी गाँव जाने का टाइम हमेशा गाँव जाने का टाइम तेरे को हर चीज़ बना के देता है ना. तो कल बोला था मेरे को मटन ले लो और जरा നെയ്ച്ചോറ് बनाओ. बोले कि नहीं ये चावल बना के दे दो करके. ഇതിനാണ് നാട്ടിൽ പോകുമ്പോൾ ഞാൻ അതുപോലെ तू जाने का कभी नहीं बनाते ना. ഒരു പണിക്കാരനതാ അവിടെ കച്ചറട്ടും കൊണ്ടിരിക്കണ്. सद्दाम भाई तुम भी गाँव जाने का सब बना के देते हैं ना. ये कभी स्वप्न में बना नहीं होएगा. तुमको लॉटरी लगता रहे तो कभी भी जाएगा तो कुछ ना कुछ बनाते रहते हैं. नाटी पड़ा था हमें तू जाने का मटर का दुकान बंद था बराबर. ഈ പഹം പോണ സമയത്ത് ഒന്നും ഉണ്ടാക്കലില്ല. കാരണം ആകെ മനസ്സിൽ വിഷമം വരും. കാരണം തെങ്ങിൻ്റെ മുകളിൽ ഞാൻ തന്നെ കുത്തിപ്പിടിച്ച് കയറണം. കാരണം ഇപ്പം പോകുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കും. ഇവരാകുമ്പോൾ പിന്നെ കടയിലിരിക്കണം. तू जाने का मेरा दिल नहीं दुखता, ये जाने का दिल दुखता है मेरे को. मेरे को झाड़ में चढ़ना पड़ता है. ഒറ്റക്ക് തെങ്ങിൻ്റെ മുകളിൽ കയറണം. അങ്ങനൊന്നും ഇല്ല. എന്നാലും പണിക്കാർ പോണ സമയത്ത് നിസാറുള്ള ഇനി ഇത് ആട്ടിറച്ചി നല്ല ചെമ്പട്ടിൽ ഇതാ ഇതിൽ ഇനി റോസ്റ്റ് ആക്കുകയാണ്. എന്നിട്ട് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് നമ്മളെ പണിക്കാർ കുട്ടി ഇന്ന് രാത്രി 12 മണിയാകുമ്പോഴത്തേന് പോകും. എന്തായാലും ഒരു കേടുപാടും കൂടാതെ ഒരാൾ എത്തട്ടെ അവൻ്റെ നാട്ടിൽ പോവാണ്. അപ്പോൾ പിന്നെ പോത്തൊന്നും കഴിക്കൂല, അവർ UP-കാരാണ്. അപ്പോൾ ആ കോഴിയോ ആടൊക്കെയാണ് അവർ കഴിക്കുക. അപ്പം ഞാൻ ഇന്ന് അവർക്ക് വേണ്ടി ഉണ്ടാക്കേണ്ടത്, നമ്മളെ പണിക്കാരല്ലേ, അവനവൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികളല്ലേ. അപ്പോൾ അത് പോണ സമയത്തൊക്കെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. അത് കൊടുക്കാതെ ഇരുന്നാൽ ചിലപ്പോൾ ഒന്നും ഇല്ലാതിരിക്കട്ടെ, പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ മനസ്സിലൊരു വിഷമം വരും. ആ കുട്ടി പോണ സമയത്ത് ഇങ്ങനെ 1-2 കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ഞാനത് ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ അങ്ങനെ ഒരു മാനസികമായ വിഷമം ഉള്ളിലേക്ക് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇനി ഇത് ഉണ്ടാക്കിയിട്ടൊരു വീഡിയോ ഇന്ന് രാത്രി വിടാം. ഇപ്പോൾ സമയം 6 മണിയായി. 7:05 7:10 ഇവിടെ മഗ്‌രിബ് വാങ്ങി കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ വേഗം ഉണ്ടാക്കട്ടെ. ഓക്കെ, മിച്ചുള്ള മാതിരി അടിപൊളി കറി ഉണ്ടാക്കാൻ പോകുന്നതായിരിക്കും. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് 2ാം ഭാഗം വീണ്ടും വിടാം. ഓക്കെ, ഇതിപ്പോൾ 18-ാം തീയതിയാണ് ഇൻഷാ അല്ലാഹ്. കാരണം എന്താ സാധനം എന്നറിയോ, 900 രൂപയോളം ഇതിന് തന്നെ ആയി. ആട്ടുംതലയും മേടിച്ച് അതിൻ്റെ ഇറച്ചിയും മേടിച്ച് വേറെ ഒക്കെപ്പാടെ കൂടിയിട്ട്. ഇനി ഇതിന് നല്ല വില, ഇത് 100 രൂപയാണ് കിലോ വില. ചെറിയ അരി നെയ്ച്ചോറിന് ബിരിയാണീൻ്റെ നെയ്ച്ചോറുണ്ടാക്കി കൊടുക്കണം. എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല. ഈ നല്ല നല്ല കമൻറ്റുകൾ വരട്ടെ. ഓക്കെ.